Hello everyone, welcome to Plus One Accountancy class. Today we are starting our first chapter and the name of our first chapter is Introduction to Accounting. Before starting our class, please subscribe this channel. This is HSS Times channel. This is purely an educational channel and this is created with an intention of assisting commerce students. Clear? അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. ഇന്ന് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അക്കൗണ്ടൻസിയിലെ നമ്മുടെ പാഠത്തിൻ്റെ പേര് ഇതാണ്, ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്, ഇത് നമ്മുടെ ഒന്നാമത്തെ ക്ലാസ് ആണ്. ബിഫോർ സ്റ്റാർട്ടിങ് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്, ബിഫോർ സ്റ്റാർട്ടിങ് അവർ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്, I can't start the class directly because accountancy is a new subject for you. This is a new subject for you and this is not only a new subject, this is the most important subject for a commerce student because from this day onwards, from your plus one class onwards, from this class onwards, you are going to learn a new subject and not only one new subject but some other subjects are also you will learn. Here I am talking only about accountancy. Clear? അപ്പോൾ ഈ വർഷം തൊട്ട് നിങ്ങൾ ഒരു പുതിയ വിഷയം പഠിക്കുകയാണ്. ആ വിഷയത്തിൻ്റെ പേര് ഇതാണ്, അക്കൗണ്ടൻസി എന്നതാണ് നമ്മുടെ പുതിയ സബ്ജക്റ്റിൻ്റെ പേര്. അപ്പോൾ ഡയറക്റ്റായിട്ട് ഈ ക്ലാസ് തുടങ്ങാൻ പറ്റില്ല, അതിന് കുറച്ച് ഇൻട്രൊഡക്ടറി ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ശരിക്കും കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 10th ക്ലാസ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് യുവർ 10th SSLC, 3 options are available. The first one is science, second one commerce and the third one is humanities. 3 കോഴ്സുകളാണുള്ളത്, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്. നിങ്ങൾ കൊമേഴ്സ് ആണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള കുട്ടികളായിരിക്കും ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ ആദ്യമായിട്ട് കൊമേഴ്സ് എന്ന് പറയുന്ന മേഖലയിലേക്ക് എൻ്റർ ചെയ്ത എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ ഈ കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ വാണിജ്യം എന്നാണ്. വാണിജ്യം, ഇൻ ഷോർട്ട് ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ബിസിനസ്. കൊമേഴ്സ് ഈസ് റിലേറ്റഡ് വിത്ത് ബിസിനസ്. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പഠന ശാഖയാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. അതിനകത്തുള്ള എന്തൊക്കെ പഠിക്കാനുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ആഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾ കാണും. അപ്പം അക്കൗണ്ടൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ കണക്കുകൾ, ഒരുപാട് കാര്യങ്ങൾ ഇല്ലേ. നമുക്കറിയാം എന്താണ് ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ വീടിനടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും? നമ്മുടെ തൊട്ടടുത്തുള്ള രാജേട്ടൻ്റെ ഷോപ്പ്, ഒരു ഗ്രോസറി ഷോപ്പ്, ഒരു അനാദി കട ഉണ്ടെങ്കിൽ അത് ബിസിനസ്സാണ്. ക്ലിയർ? ഇനി കുറച്ചും കൂടി വൈഡായിട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം, അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് രാജുവും രാധയും കൊണ്ടിട്ട് ഒരു ഹോട്ടൽ തുടങ്ങി, രാജു ആൻഡ് രാധ ഹോട്ടൽ, അതൊരു ബിസിനസ്സാണ്. എ ബിസിനസ് മാൻ വിൽ എൻഗേജ് ഇൻ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗൂഡ്സ് ഓർ സർവീസസ്. സാധനങ്ങളോ സേവനങ്ങളോ ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ചെയ്യുന്ന ഒരു സാമ്പത്തിക പ്രവർത്തനമാണ് ബിസിനസ്. ദ എയിം ഓഫ് എവറി ബിസിനസ് മാൻ ഈസ് ടു ഏൺ പ്രോഫിറ്റ്. എല്ലാ കച്ചവടക്കാരൻ്റെ എയിമും എന്താണ്? ലാഭം ഉണ്ടാക്കുക എന്നതാണ്. ഇൻ എ ബിസിനസ് യൂണിറ്റ് ന്യൂമറസ് ട്രാൻസാക്ഷൻസ് വിൽ ടേക്സ് പ്ലേസ്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു റിമെമ്പർ ഓൾ ദ ട്രാൻസാക്ഷൻ ബൈ എ സിംഗിൾ പേഴ്സൺ ഓർ ബൈ ദ ബിസിനസ് മാൻ. ഒരു ബിസിനസ് സ്ഥാപനത്തിനകത്ത് ഒരുപാട് അനവധി ന്യൂമറസ് ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കും. ഒരാൾക്കും ഇതൊക്കെ ഓർത്തു വെക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ദ സ്കോപ്പ് ഓഫ് അക്കൗണ്ടിങ് റൈസ് ഡ്യൂ ടു ദ ലിമിറ്റേഷൻ ഓഫ് ഹ്യൂമൻ മെമ്മറി. മനുഷ്യന്മാരുടെ മെമ്മറിക്കുള്ള ഒരു ലിമിറ്റേഷനാണ്. നമുക്ക് എന്താണ്, ഒരുപാട് കാര്യങ്ങൾ ഓർത്തു വെക്കാൻ പറ്റില്ല. സപ്പോസ് 2000 ട്രാൻസാക്ഷൻസ് ടേക്സ് പ്ലേസ് ഇൻ എ ബിസിനസ് യൂണിറ്റ് ഇൻ എ ഡേ. ഒരു കച്ചവട സ്ഥാപനത്തിൽ 2000 ട്രാൻസാക്ഷൻസ് നടക്കുന്നു എന്ന് വിചാരിക്കുക. ആർക്കെങ്കിലും ഓർത്തു വെക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനെ നടക്കുന്ന ട്രാൻസാക്ഷൻസിനെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യണം. അങ്ങനെ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്ത് അതിനെ ക്ലാസിഫൈ ചെയ്ത് അതിനെ ജേണൽ എൻട്രി നടത്തി ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്ത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് കമ്പനിയുടെ പ്രവർത്തന ഫലം, അതായത് ഓപ്പറേറ്റിംഗ് റിസൾട്ട്, ലാഭമാണോ നഷ്ടമാണോ ഒരു വർഷം നമുക്ക് ഉണ്ടായത് എന്ന് കണ്ടുപിടിക്കുന്ന പ്രോസസ്സാണ് ശരിക്കും അക്കൗണ്ടിങ്. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു അരമണിക്കൂറൊക്കെ പറഞ്ഞു പോകും. അപ്പോൾ ഈ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് പോവാം. ക്ലിയർ? മനസ്സിലായി?
അപ്പോൾ എവറി ബിസിനസ് മാൻ ക്യാരീസ് ഓൺ ബിസിനസ് മെയിൻലി ടു ഏൺ പ്രോഫിറ്റ്. എവറി ബിസിനസ് മാൻ ക്യാരീസ് ഓൺ ബിസിനസ് മെയിൻലി ടു ഏൺ പ്രോഫിറ്റ്. എല്ലാ കച്ചവടക്കാരും ബിസിനസ് നടത്തുന്നത് ലാഭമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. The transactions of a modern business are numerous. It is not possible for any businessman to remember all his transactions. ഒരു ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ്, ഇടപാടുകൾ ന്യൂമറസ് ആണ്, ഒരുപാടാണ്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ട്രാൻസാക്ഷൻസ് ബിസിനസ് സ്ഥാപനങ്ങളിൽ നടന്നേക്കാം. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ എനി ബിസിനസ് മാൻ ഓർ എനി പേഴ്സൺ ടു റിമെമ്പർ ഓൾ ദ ട്രാൻസാക്ഷൻസ്. ഈ നിരവധി അനവധി ട്രാൻസാക്ഷൻസ് ഒരു കച്ചവടക്കാരനോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ ഓർത്തു വെക്കാൻ പറ്റില്ല. The necessity of accounting in business arose due to the limitation of human memory. The necessity of accounting in business. The necessity of accounting means need of accounting. Accountancyയുടെ ആവശ്യകത, the necessity of accounting in business arose due to the limitation of human memory. മനുഷ്യന്റെ മെമ്മറിയുടെ ഒരു ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ടാണ് ഈ അക്കൗണ്ടൻസി എന്ന് പറയുന്ന ബ്രാഞ്ചിന്റെ സ്കോപ്പ് തന്നെ, അതിന്റെ പ്രാധാന്യം തന്നെ വരുന്നത്. സോ ഓൾ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു ബിസിനസ് ആർ ടു ബി റെക്കോർഡഡ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യണം, രേഖപ്പെടുത്തണം. ക്ലിയർ? ഇനിയിപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വാട്ട് ആർ ദ ഡിഫറെന്റ് ട്രാൻസാക്ഷൻസ് ഇൻ എ ബിസിനസ് യൂണിറ്റ്. എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ആണ് ബിസിനസ്സിനകത്തുള്ളത് എന്ന് നോക്കുക. ഓണർ ബ്രിങ്സ് ക്യാപിറ്റൽ ഇല്ലേ? ഒരു ബിസിനസിന്റെ മുതലാളിക്ക് ക്യാപിറ്റൽ കൊണ്ടുവരാം, ലോൺ എടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ എന്ത് ചെയ്യാം, ക്യാപിറ്റൽ, മൂലധനം കൊണ്ടുവരാം. ക്യാപിറ്റൽ റെഫേഴ്സ് ടു ദ എമൗണ്ട് നീഡഡ് ടു സ്റ്റാർട്ട് എ ബിസിനസ്. ഒരു ബിസിനസ് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള പണത്തെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ. അപ്പോൾ മുതലാളിമാർ മൂലധനം കൊണ്ടുവരും. പർച്ചേസ് ഗുഡ്സ്, സാധനങ്ങൾ വാങ്ങിക്കാം. പർച്ചേസ് മെഷീൻസ്, ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള മെഷീൻസ് വാങ്ങിക്കാം. സെൽ ഗുഡ്സ്, സാധനങ്ങൾ വിൽക്കാം, സെൽ ഗുഡ്സ്. പേയ്മെന്റ് ഓഫ് സാലറി, ശമ്പളം കൊടുക്കും. പേയ്മെന്റ് ഓഫ് വേജസ്, കൂലി കൊടുക്കും. ഇതൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്, പിന്നീട് പഠിക്കും. പേയ്മെന്റ് ഓഫ് ടാക്സ്, ടാക്സ് അടയ്ക്കേണ്ടി വരും. പേയ്മെന്റ് ഓഫ് ഇലക്ട്രിസിറ്റി ചാർജസ്, കമ്പനിയുടെ കറണ്ട് ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കേണ്ടി വരും. ക്രെഡിറ്റ് സെയിൽസ്, ക്യാഷ് സെയിൽസ് ആവാം, ക്രെഡിറ്റ്, കടത്തിന് സാധനങ്ങൾ വിൽക്കാം. ഇൻ ദ കേസ് ഓഫ് ക്രെഡിറ്റ് സെയിൽസ് ദ റെസിപ്റ്റ് ഓഫ് മണി വിൽ ബി പോസ്റ്റ്പോൺഡ് ടു എ ഫ്യൂച്ചർ ഡേറ്റ്. പണം കിട്ടുന്നത് ഇപ്പം നമുക്ക് ഇന്ന് വിറ്റ് കഴിഞ്ഞാൽ ഇന്ന് പണം കിട്ടില്ല, ഒരു മാസമോ 2 മാസമൊക്കെ കഴിഞ്ഞിട്ട് പൈസ കിട്ടും. അതാണ് ക്രെഡിറ്റ് സെയിൽസ്. റിസീവ് കമ്മീഷൻ, കമ്പനിക്ക് സംടൈംസ് ദ ഓണർ വിൽ റിസീവ് കമ്മീഷൻ. ഇതൊക്കെ ഒരു ചെറിയ എക്സാമ്പിളുകൾ മാത്രമാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് 1-2 കമ്പനികളുടെ കേസൊക്കെ പറഞ്ഞുതരാം. ഈ കാണുന്നത് ടാറ്റ എന്ന് പറയുന്ന കമ്പനിയുടെ വെബ്സൈറ്റ് ആണ്. ഇതിനകത്തേക്കൊന്ന് നോക്കിയേ. ഈ കമ്പനിക്ക് ടാറ്റ കൺസൾട്ടൻസി സർവീസ്, ടാറ്റ സ്റ്റീൽ, ടാറ്റ മോട്ടോഴ്സ്, ഇന്ത്യൻ ടാറ്റ ഹോട്ടൽസ്, ടാറ്റ പവർ, ടാറ്റ കെമിക്കൽസ്, ഇങ്ങനെ ഒരുപാട് കമ്പനികൾ ഈ ടാറ്റ എന്ന് പറയുന്ന ഒരുപാട് മേഖലകളിൽ ഈ ടാറ്റ എന്ന് പറയുന്ന കമ്പനി ബിസിനസ് ചെയ്യുന്നു. ടാറ്റ മോട്ടോഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് ബസ്, ട്രക്ക്, ഇങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കമ്പനി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ കമ്പനിയുടെ ഫാക്ടറിയിലേക്കൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെ എത്ര ലക്ഷക്കണക്കിന് എംപ്ലോയീസ് ഉണ്ടായിരിക്കും, കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻസ് അവിടെ നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനികളിലേക്ക് എത്തുന്ന സമയത്ത് അക്കൗണ്ടൻസിയുടെ ഇമ്പോർട്ടൻസ് വളരെ വളരെ വർദ്ധിക്കുകയാണ്. ക്ലിയർ ആവുന്നില്ലേ? അതേപോലെ ഇപ്പോൾ സാംസങ് എന്ന് പറയുന്ന കമ്പനി എടുത്തു കഴിഞ്ഞാൽ ആ കമ്പനി ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ടല്ലേ, മൊബൈൽ, TV, അപ്ലയൻസ്, ഹോം അപ്ലയൻസസ്, വീട്ടുപകരണങ്ങൾ, എന്തൊക്കെ റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, ഇതൊക്കെ ഈ കമ്പനി ഉണ്ടാക്കുന്നുണ്ട്. ക്ലിയർ ആവുന്നില്ലേ? അപ്പോൾ ആദിത്യ ബിർള എന്ന് പറയുന്ന കമ്പനി, ഇങ്ങനെ ഒരുപാട് ലാർജ് സൈസ്ഡ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ട്രാൻസാക്ഷൻസ്, ലക്ഷക്കണക്കിന് ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനെ കമ്പനി, അത് ചെറിയ കമ്പനി ആയാലും വലിയ കമ്പനി ആയാലും, റെസ്പെക്റ്റീവ് ഓഫ് ദ സൈസ് ഓഫ് ഓർഗനൈസേഷൻ, വെദർ ഇറ്റ് ഈസ് എ സ്മോൾ സൈസ്ഡ് ഓർഗനൈസേഷൻ or it is a medium sized organization or it is a large sized organization, various transaction that takes place in any business unit must be recorded in a proper way, and accounting implies the process of recording business transactions in a proper way. ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായില്ലേ? അപ്പോൾ ബിസിനസ്സിനകത്ത് നടക്കുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്തിട്ട് കമ്പനിക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കുന്ന ഒരു പ്രോസസ്സാണ് അക്കൗണ്ടിങ്. ഇന്ന് ഞാൻ ഒരുപാടൊന്നും ക്ലാസ് എടുക്കുന്നില്ല, ഒരു 15-20 മിനിറ്റിൽ ഈ ഒന്നാമത്തെ ക്ലാസ് അവസാനിപ്പിക്കും. ക്ലിയർ?
അക്കൗണ്ടിങ് ഇസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ഇനി നമുക്ക് അക്കൗണ്ടിങ്ങിലേക്ക് പോകാം. അക്കൗണ്ടിങ് ഇസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ബിസിനസിന്റെ ഭാഷയാണ്. ഇപ്പോൾ ഈ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് ഇപ്പോൾ 2 ലാംഗ്വേജാണ് യൂസ് ചെയ്യുന്നത്. ഹിയർ ഐ എം യൂസിങ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം. ഞാനിപ്പോൾ ഇംഗ്ലീഷും മലയാളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്താ? ഇംഗ്ലീഷ് ആൻഡ് മലയാളം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലാംഗ്വേജ്? എന്താണ് ലാംഗ്വേജിന്റെ പർപ്പസ്? ദ പർപ്പസ് ഓഫ് ലാംഗ്വേജ് ഇസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നതാണ് ലാംഗ്വേജിന്റെ എയിം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയവിനിമയം നടത്തുക. അപ്പൊ ബിസിനസ്സിനും എന്ത് ചെയ്യണം? മറ്റുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? ബിസിനസ്സിന് എത്രയാണ് ലാഭം? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് മോഡേൺ ബിസിനസ് വേൾഡിനകത്ത് ഫോളോ ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് സ്റ്റേക്ക് ഹോൾഡർ അപ്രോച്ച്. ഇത് ജസ്റ്റ് പറയാതെ പോകാൻ പറ്റില്ല. ഇതൊക്കെ നമ്മളിലേക്ക് എൻട്രി ചെയ്യാണ്, അക്കൗണ്ടൻസിയിലേക്ക് അല്ലെങ്കിൽ കൊമേഴ്സിലേക്ക് എൻട്രി ചെയ്യാണ്. ദ പ്രസന്റ് അപ്രോച്ച് in business world is known as stakeholder approach. Stakeholder means persons interested in a business unit. Different persons or different parties interested in a business unit is known as stakeholders. ഒരു ബിസിനസിന്റെ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ള വ്യത്യസ്ത പാർട്ടീസിനെ, വ്യത്യസ്ത ആൾക്കാരെ വിളിക്കുന്ന പേരാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. എക്സാമ്പിൾസ്: കമ്പനിക്ക് ലോൺ തന്ന ബാങ്ക്, കമ്പനിക്ക് 25 കോടി ലോൺ തന്ന SBI, അത് കമ്പനിയുടെ ഒരു സ്റ്റേക്ക് ഹോൾഡറാണ്. കാരണം എന്താ? കമ്പനിക്ക് ലാഭമാണോ നഷ്ടമാണോ എന്നറിയാൻ SBIക്ക് ആഗ്രഹമുണ്ട്. ക്ലിയർ ആവുന്നില്ലേ? ഇനി കമ്പനിയുടെ എംപ്ലോയീസും വർക്കേഴ്സും, കമ്പനിയിൽ ജോലി ചെയ്യുന്ന 1000 വർക്കേഴ്സ് ഉണ്ടെങ്കിൽ അവർ കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡറാണ്. കാരണം കമ്പനി ലാഭമുണ്ടെങ്കിലാണ് അവർക്ക് ശമ്പളമോ കൂലിയോ ഒക്കെ കിട്ടുക. ക്ലിയർ? ഇനി ഗവൺമെന്റ് നമ്മുടെ ഒരു സ്റ്റേക്ക് ഹോൾഡറാണ്. കാരണം എന്താ? ഗവൺമെന്റിന് ടാക്സ് കിട്ടണം. അപ്പൊ ഗവൺമെന്റ് ഒരു സ്റ്റേക്ക് ഹോൾഡറാണ്. കസ്റ്റമേഴ്സ്, ഉപഭോക്താക്കൾ നമ്മുടെ ഒരു സ്റ്റേക്ക് ഹോൾഡറാണ്. അപ്പോൾ ഒരു കമ്പനിയുടെ കാര്യങ്ങളിൽ താല്പര്യമുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇനി ഞാൻ പറഞ്ഞത് എന്താ? I told you സ്റ്റേക്ക് ഹോൾഡർ അപ്രോച്ച്. ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞത് സ്റ്റേക്ക് ഹോൾഡർ അപ്രോച്ച് ആണ്. സ്റ്റേക്ക് ഹോൾഡർ അപ്രോച്ച് സേസ് ദാറ്റ് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് എ ബിസിനസ്മാൻ. It is the duty of a businessman to fulfill all the expectations of various stakeholders. Stakeholder approach says that a businessman should satisfy or fulfill the expectations of various stakeholders. ഒരു കമ്പനിയുടെ വ്യത്യസ്ത സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ താല്പര്യങ്ങൾ ബിസിനസ്മാൻ സംരക്ഷിക്കണം, അല്ലെങ്കിൽ അവർക്ക് എന്താണോ ആഗ്രഹമുള്ളത് ആ കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കണം എന്നത് ഒരു അപ്രോച്ചാണ് സ്റ്റേക്ക് ഹോൾഡർ അപ്രോച്ച്. ഈ സ്റ്റേക്ക് ഹോൾഡർ അപ്രോച്ച് പ്രകാരം ഓണേഴ്സ്, നമുക്ക് പിന്നീട് പഠിക്കും, ബിസിനസിന്റെ മുതലാളിമാർ അതിന്റെ സ്റ്റേക്ക് ഹോൾഡർ ആണ്. കാരണം ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം ബിസിനസ് വേറെ, ബിസിനസ്മാൻ വേറെ. ഞാൻ അതൊക്കെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, ഒരു ബിസിനസ്മാന് ഔട്ട്സൈഡ് വേൾഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഭാഷയാണ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് ഇസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. അത് ബാക്കിയുള്ള നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. അക്കൗണ്ടിങ് ഇസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ദ ബേസിക് ഫംഗ്ഷൻ ഓഫ് എ ലാംഗ്വേജ് ഇസ് ടു സെർവ് ആസ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ദ ബേസിക് ഫംഗ്ഷൻ ഓഫ് എ ലാംഗ്വേജ് is to serve as a means of communication. ഒരു ലാംഗ്വേജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാഥമികമായിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആശയവിനിമയത്തിന്റെ ഒരു മാർഗമാവുക എന്നതാണ്. To communicate. The aim of language is to communicate. Accounting serves this function by communicating the results of business operation to various parties interested in it. Accounting perform this function by communicating the result of business operation to various parties interested in it. Various parties interested in it ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ അറിയാൻ കുറേ ആൾക്കാർക്ക് താല്പര്യമുണ്ട്. ഓണേഴ്സിന് താല്പര്യമുണ്ട്, ബാങ്കിന് താല്പര്യമുണ്ട്, കസ്റ്റമേഴ്സിന് താല്പര്യമുണ്ട്, ഗവൺമെൻറ്റിന് താല്പര്യമുണ്ട്, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഇവരുടെയൊക്കെ താല്പര്യങ്ങൾ, ഇവരുടെയൊക്കെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിന് എത്ര ലാഭമുണ്ട് അല്ലെങ്കിൽ എത്ര നഷ്ടമുണ്ട് എന്നറിയുക എന്നതാണ്. അപ്പോൾ അക്കൗണ്ടൻസ് എന്ത് ചെയ്യുന്നു? ഒരു ബിസിനസ്സിൻ്റെ ലാഭം എത്ര, നഷ്ടം എത്ര എന്ന് കണ്ടുപിടിച്ചിട്ട് വ്യത്യസ്ത സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ആ മെസ്സേജ് പാസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് അക്കൗണ്ടൻസിയെ എന്തായിട്ട് അറിയപ്പെടുന്നത്? ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് ആയിട്ട് അറിയപ്പെടുന്നത്. ക്ലിയർ?
The modern system of accounting owes its origin to Luca Pacioli, an Italian who first published his book on double entry system of accounting in 1494. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം, വൺ വേർഡോ മറ്റോ ചോദിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ടൻസി എന്ന് പറയുന്ന മോഡേൺ സിസ്റ്റത്തിൻ്റെ അതിൻ്റെ ബേസിസ് അല്ലെങ്കിൽ അതിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ലൂക്ക പാസിയോളിയാണ്. ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യനായിട്ടുള്ള ലൂക്ക പാസിയോളിയാണ് അക്കൗണ്ടൻസിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. അതൊന്ന് ജസ്റ്റ് ഒരു വൺ വേർഡിന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, അല്ലാതെ അതിൽ കൂടുതൽ വലിയ പ്രാധാന്യമൊന്നും ഈ ഒരു കോണ്ടെക്സ്റ്റിൽ അതിനില്ല. അപ്പോൾ വൺ വേർഡ് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണം ഫാദർ ഓഫ് അക്കൗണ്ടിങ് ആരാണ്? ലൂക്ക പാസിയോളി. ലൂക്ക പാസിയോളി ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യൻ ആയിരുന്നു. 1494 തന്നെ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ട് ഒരു ബുക്കൊക്കെ അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ വിളിക്കുന്ന പേര് ലൂക്ക പാസിയോളി. ഡബിൾ എൻട്രി നിങ്ങൾ കണ്ട് വിഷമിക്കേണ്ട, അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. നെക്സ്റ്റ്, മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ്. ഈ ക്ലാസ്സിൽ ഞാൻ ഇതേ പറയുന്നുള്ളൂ, മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് ഈസ് എൻ ഇൻഫർമേഷൻ സിസ്റ്റം. അക്കൗണ്ടിങ് ഈസ് എൻ ഇൻഫർമേഷൻ സിസ്റ്റം which receives data as input, process the same and gives its output in the form of information which is useful for decision making. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇൻഫർമേഷൻ സിസ്റ്റം. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അറിവ് നൽകുന്ന ഒരു സിസ്റ്റമാണ്. വിച്ച് ഏതാണോ അത്, വിച്ച് മീൻസ് അക്കൗണ്ടിങ് റിസീവ്സ് ഡാറ്റ ഇൻപുട്ട്. എന്ത് ആ ഇൻഫർമേഷൻ സിസ്റ്റത്തിനകത്ത് എന്താണ് ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇൻപുട്ട് ഉണ്ടായിരിക്കും, പ്രോസസ് ഉണ്ടായിരിക്കും, ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അക്കൗണ്ടൻസി എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ്. അക്കൗണ്ടൻസി എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ സിസ്റ്റമാണ്. അവിടെ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ട്രാൻസാക്ഷൻസ്. നേരത്തെ നമ്മൾ കാണിച്ച എക്സാമ്പിൾസ്, കുറേ എക്സാമ്പിൾ ഞാൻ കാണിച്ചില്ലേ? ബ്രിങ്ങിങ് ക്യാപിറ്റൽ, പർച്ചേസ് ഓഫ് ഗൂഡ്സ്, പർച്ചേസ് ഓഫ് മെഷീൻസ്, സെല്ലിംഗ് ഗൂഡ്സ്, പേയ്മെന്റ് ഓഫ് സാലറി, ഇതൊക്കെയാണ് ഇൻപുട്ട് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ. ഈ സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങളാണ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. അപ്പം ഒരു ബിസിനസ്സിനകത്തുള്ള ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ഇൻപുട്ടായിട്ട് വരുന്നു. ഇവിടെ അതിനെന്ത് ചെയ്യുന്നു? ജേണൽ എൻട്രി, ലെഡ്ജർ പോസ്റ്റിംഗ്, ട്രയൽ ബാലൻസ് പ്രിപ്പറേഷൻ, ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പറേഷൻ, ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷൻ, P&L അക്കൗണ്ട് പ്രിപ്പറേഷൻ, ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നു. എന്നിട്ട് കമ്പനിയുടെ ലാഭമോ നഷ്ടമോ കണ്ടുപിടിച്ചിട്ട് ആ ലാഭവും നഷ്ടവും അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നായിരിക്കും, ലാഭം അല്ലെങ്കിൽ നഷ്ടം, പ്രോഫിറ്റ് ഓർ ലോസ്, അതെന്ത് ചെയ്യുന്നു? ഔട്ട്പുട്ടായിട്ട് വന്നിട്ട് അത് കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അക്കൗണ്ടൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻഫർമേഷൻ സിസ്റ്റമാണ്, അറിവിൻ്റെ ഒരു സിസ്റ്റമാണ്. അവിടെ ബിസിനസ് ട്രാൻസാക്ഷൻസിനെ ഇൻപുട്ടായിട്ട് എടുത്തുകൊണ്ട് വാരിയസ് അക്കൗണ്ടിങ് ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് പ്രോസസ്സ് ചെയ്യുന്നു. എന്നിട്ട് ഫൈനാൻഷ്യൽ റിസൾട്ട്, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണ്ടുപിടിക്കുന്നു. ആ മെസ്സേജ് ഔട്ട്സൈഡ് വേൾഡിന് പാസ് ചെയ്യുന്നു. അതാണ് സിമ്പിൾ മീനിങ്. അക്കൗണ്ടിങ് ഈസ് എൻ ഇൻഫർമേഷൻ സിസ്റ്റം which receives input, that is business transaction, process the same by using accounting rules and find out the profit. This will be the output and supply the output to various stakeholders. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ കിട്ടിയ ഔട്ട്പുട്ട് വ്യത്യസ്ത സ്റ്റേക്ക് ഹോൾഡേഴ്സിന് സപ്ലൈ ചെയ്യുന്നു. ക്ലിയർ? ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് പോവുകയാണ്. ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ്. ഈ ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ് ഒക്കെ പല ട്രോളുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ബികോം കഴിഞ്ഞ ശേഷം ഒരു കുട്ടിക്ക് അറിയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കത്തിൽ ഒരാൾ ഞെട്ടി എഴുന്നേറ്റിട്ട് അക്കൗണ്ടിങ് ഇസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രമാത്രം നിങ്ങളുടെ മനസ്സിനകത്തേക്ക് തറപ്പിക്കേണ്ട ഒരു ഡെഫിനിഷനാണ് അക്കൗണ്ടൻസിയുടെ ഡെഫിനിഷൻ. According to AICPA means American Institute of Certified Public Accountants. അമേരിക്കയിലുള്ള ഒരു സ്ഥാപനമാണ് അമേരിക്കയിലെ സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസിന്റെ അസോസിയേഷൻ ആണ് AICPA. അക്കോർഡിംഗ് ടു AICPA, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്, സ്ക്രീനിലേക്ക് നോക്കുക. അക്കൗണ്ടിംഗ് ഈസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്. Accounting is an art of recording, classifying and summarizing in a significant manner and in terms of money
transactions and events which are in part at least of a financial character and interpreting results thereof. ഒന്നുകൂടെ ഞാൻ വായിക്കാം. നിങ്ങൾ വിചാരിക്കേണ്ട എന്തേപ്പാ ഇത്ര സ്ലോ ആയിട്ട് ക്ലാസ് എടുക്കുന്നതെന്ന്. ഇന്നേ ഇങ്ങനെയുള്ളൂ, 4-2 ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ സ്പീഡിലേക്ക് പോകും. ക്ലിയർ? അപ്പൊ എന്താണ് ASCPയുടെ ഡെഫിനിഷൻ? അക്കൗണ്ടിങ് ഈസ് എൻ ആർട്ട് ഓഫ് recording, classifying and summarizing in a significant manner and in terms of money, transactions and events which are in part at least of a financial character and interpreting results thereof. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു കലയാണ്, ആർട്ട്. കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മുഖത്തുള്ള കലയാണോ? അല്ല. ഡാൻസിങ്, സിംഗിങ്, പെയിൻറ്റിങ് അല്ലേ? നിങ്ങളൊക്കെ നല്ല പാട്ടുകാരുണ്ടായിരിക്കും, നല്ല ഡാൻസ് ചെയ്യാൻ അറിയുന്ന ആൾക്കാരുണ്ടായിരിക്കും. അതാണ് ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ അക്കൗണ്ടൻസിയും എന്താണ്, ഒരു ആർട്ടാണ്, ഒരു കല തന്നെയാണിത്. എന്ത് കലയാണ്? പാട്ട് പാടുകയും ഡാൻസ് ചെയ്യുകയും ചെയ്യുന്ന കലയല്ല. ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ്. എന്താണ്? രേഖപ്പെടുത്തുക, റെക്കോർഡിംഗ്, എഴുതി വെക്കുക, ക്ലാസിഫൈയിങ്, തരംതിരിക്കുക, ക്ലാസിഫൈ ഇൻ ടു ഡിഫറെൻറ്റ് അക്കൗണ്ട്സ്, തരംതിരിക്കുക, ആൻഡ് സമ്മറൈസിങ് റീച്ചിങ് ഇൻ ടു എ കൺക്ലൂഷൻ, ഒരു കൺക്ലൂഷനിലേക്ക് എത്തുക, സമ്മറി പ്രിപ്പയർ ചെയ്യുക, സമ്മറൈസിങ്. അപ്പോൾ രേഖപ്പെടുത്തിയിട്ട് തരംതിരിച്ചിട്ട് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുക. ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ, ഇൻ എ പ്രോപ്പർ വേ, ശരിയാവണ്ണം നേരായ രീതിയിൽ. സിഗ്നിഫിക്കൻറ്റ് മാനർ ക്ലിയർ ആയില്ലേ? നല്ല രീതിയിൽ, പ്രോപ്പർ വേ. ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, ഏതിൻ്റെ ടേംസിൽ? പണത്തിൻ്റെ ടേംസിലായിരിക്കണം. അല്ലാതെ ചിത്രം വരച്ച് വെച്ചാൽ പോരാ. ഇത്ര പണം, ഇത്ര രൂപ, ഇത്ര രൂപയുടെ അസറ്റ്, അല്ലെങ്കിൽ ഇത്ര രൂപയുടെ സെയിൽസ്, ഇത്ര രൂപയുടെ സാലറി. അപ്പോൾ പണത്തിൻ്റെ രൂപത്തിൽ. ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി. ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ്. ട്രാൻസാക്ഷൻ, ബിസിനസ് ട്രാൻസാക്ഷൻസ് ആൻഡ് ബിസിനസ് ഇവൻറ്റ്സ്. ഒരു ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസും, ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടപാടുകൾ, ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവങ്ങൾ. ബിസിനസ്സിൽ നടക്കുന്ന ഇടപാടുകളും സംഭവങ്ങളും. ബിസിനസ് ട്രാൻസാക്ഷൻസ് വിച്ച് ആർ, ഏതാണോ അത്, വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ് ലീസ്റ്റ് ഓഫ് എ ഫൈനാൻഷ്യൽ ക്യാരക്ടർ. അപ്പൊ ബിസിനസ്സിൽ നടക്കുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞിട്ട് ബിസിനസ്സിന് പെയിന്റ് അടിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ പെയിന്റിന്റെ കളർ എഴുതേണ്ട ആവശ്യമില്ല. നമ്മുടെ ഓഫീസിന് പെയിന്റ് അടിച്ചു, നല്ല എന്ത് പെയിന്റ് അടിച്ച, മഞ്ഞ പെയിന്റ് നമ്മൾ അടിച്ചു എന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്നും റെക്കോർഡ് ചെയ്യണ്ട. ബിസിനസ്സിന് അടിച്ച പെയിന്റിന്റെ കളർ യെല്ലോ കളർ, അതൊന്നും റെക്കോർഡ് ചെയ്യണ്ട. റെക്കോർഡ് ചെയ്യേണ്ടത് ഏതാ? വിച്ച് ആർ അറ്റ് ലീസ്റ്റ് ഓഫ് എ ഫൈനാൻഷ്യൽ ക്യാരക്ടർ. അതായത് പണത്തിന്റെ രൂപത്തിലുള്ള എന്തെങ്കിലും ഉണ്ടായിരിക്കണം. ക്ലിയർ? ആൻഡ് ഇന്റർപ്രറ്റിംഗ് റിസൾട്ട്സ് thereof. എന്നിട്ട് ഇങ്ങനെ കൺക്ലൂഷനിലേക്ക് എത്തിയാൽ മാത്രം പോരാ, ഇതെന്ത് ചെയ്യണം? ഒന്ന് വിലയിരുത്തണം. നമ്മൾ ലാഭമാണോ നഷ്ടമാണോ, ഇത്ര ലാഭം മതിയോ, അല്ല നമുക്ക് എന്തെങ്കിലും ഷോർട്ടേജ് ഉണ്ടോ, പരിമിതികളുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്തണം. ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് അക്കൗണ്ടിങ്. എന്താണ്? അക്കൗണ്ടിങ് ബൈ ഹാർട്ട് ചെയ്തോ, ഒരു നോ കോംപ്രമൈസ്, ജസ്റ്റ് ബൈ ഹാർട്ട് ദിസ് ഡെഫിനേഷൻ. മനസ്സിലാക്കിയിട്ട് ബൈ ഹാർട്ട് ചെയ്യണേ, വെറുതെ പച്ചവെള്ളം പോലെ പഠിക്കാൻ പാടില്ല. ഞാനീ പറഞ്ഞ ഇപ്പം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഇതന്നെ ഒന്ന് എന്ത് ചെയ്യുക, അഗെയിൻ പ്ലേ ചെയ്തിട്ട് നിങ്ങൾ ക്ലിയർ ആക്കുക. ഇതന്നെ ഞാൻ വീണ്ടും പറയേണ്ടത്. ഇങ്ങനെ ഒരുപാട് പറഞ്ഞതിൽ അർത്ഥമൊന്നുമില്ല. ഇത് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം. അപ്പോൾ അക്കൗണ്ടിങ് ഈസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, transactions and events which are in part at least of a financial character and interpreting results thereof. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തെ ക്ലാസ് വളരെ കുറച്ച് കാര്യമേ പഠിച്ചിട്ടുള്ളൂ, വളരെ കുറച്ച് കാര്യം. മീനിങ് ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ്. ക്ലിയർ? അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പുതിയ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ഈ ക്ലാസ് +1 കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.